ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. KSEB സബ് എഞ്ചിനീയറിൻ്റെ 12th ക്ലാസ്സാണ് ഇന്ന്. നമ്മൾ മൊഡ്യൂൾ 1-ലെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇലക്ട്രിക് സർക്യൂട്ട് ഫുൾ കംപ്ലീറ്റ് ആക്കിയായിരുന്നു, നെറ്റ്വർക്ക് തിയറംസ് എല്ലാം നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾ 1-ലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കായ ഇലക്ട്രിക് പവർ ആൻഡ് എനർജി ഇൻ DC സർക്യൂട്ട്സും അതിൻ്റെ യൂണിറ്റ്സും ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ജൂൾസ് ലോ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 1 ഇന്നത്തോടെ കഴിയാണ്. First one, before going to electric power and electrical energy, we have to know some basic equation അല്ലെങ്കിൽ basic terms. കുറച്ച് ബേസിക് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം പഠിക്കുന്നത് മാസ്. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പോസസ്ഡ് ബൈ എ ബോഡി. അതായത് ഒരു ബോഡിയിൽ എത്രത്തോളം മാറ്റർ ഉണ്ട് അതിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? ദ SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസ് ഓഫ് എ ബോഡി ഈസ് കോൺസ്റ്റൻറ്റ് ബോഡി ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്ലേസ് ആൻഡ് പൊസിഷൻ ഓഫ് ദി ബോഡി. എന്ന് വെച്ചാൽ എന്താണ് മാസ്? നമ്മളിപ്പോൾ ഒരു ബോഡി എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ എന്ത് പറ്റും? അതിൻ്റെ മാസ് മാറുമോ? ഇല്ല, അത് മാസ് സെയിം ആയിരിക്കും. അതായത് അത് നമ്മൾ എടുത്തൊരു ബോഡീനെ എവിടെ കൊണ്ടുവച്ചാലും അതിൻ്റെ മാസ് സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്ലേസ് ആൻഡ് പൊസിഷൻ. അതാണ് മാസ് എന്ന് വെച്ചാൽ. ദെൻ കമ്മിങ് ടു അനദർ ഫോഴ്സ്. വാട്ട്സ് എ ഫോഴ്സ്? ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ. മാസിൻ്റെയും ആക്സിലറേഷൻ്റെയും ആ ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? MA എന്ന് എഴുതാം. M എന്ന് വെച്ചാൽ മാസും A എന്ന് വെച്ചാൽ ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ സ്പീഡിനെ കാണിക്കുന്നതാണ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ. ദെൻ കമ്മിങ് ടു വെയ്റ്റ്. വെയ്റ്റ് എന്ന് വെച്ചാൽ ദ ഫോഴ്സ് വിത്ത് വിച്ച് ബോഡി ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത് ഈസ് കോൾഡ് ദി വെയ്റ്റ് ഓഫ് ദി ബോഡി. അപ്പോൾ വെയ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സെയിം ആസ് ഫോഴ്സിനെ പോലെ സെയിം ആണ്. പക്ഷേ എന്താണ്, ഒരു ബോഡിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമാണ് ആ ബോഡിയിലേക്ക് ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്. അതാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? വെയിറ്റ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, M ഇൻറ്റു G, where G is 9.81 Newton. Then coming to work or energy. Work is said to be done on a body when a force acts on it and the body moves through some distance. അതായത് നമ്മളൊരു ബോഡിയിലേക്ക് നമ്മളൊരു വർക്ക് അപ്ലൈ ചെയ്യുക എന്നാൽ എന്താണ്? അതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഫോഴ്സ് എന്നാൽ നല്ലൊരു എനർജി ആണല്ലോ. അതായത് അതിലെന്താണ്? ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കിട്ടിക്കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ വർക്ക് ഡൺ എന്നാണ്. ഈ വർക്ക് ഡണ്ണ് നമ്മുടെ ആ ഒരു ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന എന്തിൻ്റെ ഫോമിലാണ്? ഒരു എനർജി ആയിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ വർക്കിനും എനർജിക്കും സെയിം യൂണിറ്റ് ആണ്. നമുക്ക് എന്താ പറയാം? SI യൂണിറ്റ് ഓഫ് വർക്ക് ആൻഡ് എനർജി ഈസ് ജൂൾ. ജൂളാണ് നമ്മുടെ SI യൂണിറ്റ് ഓഫ് വർക്കിൻ്റെയും എനർജിയുടെയും യൂണിറ്റ് ജൂളാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ 1 ജൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് 1 ജൂൾ ഓഫ് if a force of 1 Newton moves the body through 1 meter in the direction of force. It may be noted that work done or energy possessed in an electrical circuit or mechanical system or thermal system is measured in same unit joule. അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, തെർമൽ എനർജി ഇതിനെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരേ ഒരു യൂണിറ്റാണ് ജൂൾ എന്ന് പറയും. ഒരേ ഒരു യൂണിറ്റാണ് ജൂൾ. Then coming to electrical energy. The SI unit of electrical work done or electric energy is expanded in a circuit is also joule എന്ന് പറഞ്ഞു. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്, മെക്കാനിക്കൽ എനർജിക്കും ജൂൾ ആണ്. അപ്പോൾ 1 ജൂൾ ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? when 1 coulomb is moved through a potential difference of 1 volt. പറഞ്ഞുതരാം എന്താണെന്ന്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് എ ചാർജ് Q കൂളംബ് എന്താണ് ഒരു ഇതിൽ കൂടെ മൂവ് ചെയ്യാണ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V ആസ് ഷോൺ ഇൻ ഫിഗർ. ദെൻ നമുക്കപ്പോൾ എന്തോ എഴുതാം? ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഈക്വൽ ടു V ഇൻറ്റു Q എന്ന് എഴുതാം. ഇലക്ട്രിക്കൽ എനർജി ഈക്വൽ ടു V ഇൻറ്റു Q. നമുക്കറിയാം Q ഈക്വൽ ടു എന്താണ്? Q ഈക്വൽ ടു IT നമ്മൾ ഫസ്റ്റിലേ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ Qൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? V ഇൻറ്റു I ഇൻറ്റു T ജൂൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് പിന്നെ അറിയാം ഓംസ് ലോ അനുസരിച്ച് V ഈക്വൽ ടു IR എന്നറിയാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? I ഈക്വൽ ടു Vയുടെ അവിടെ നമ്മൾ എന്ത് ചെയ്യും? IR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? ഈ എന്താണ് ഇലക്ട്രിക്കൽ എനർജി ഈക്വൽ ടു I² RT ജൂൾസ് എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് I എഴുതാം. ഇവിടെ നിന്ന് തന്നെ VIT എന്ന് നമുക്ക് ഇൻ ടേംസ് ഓഫ് ഐക്ക് എഴുതാം. ഐയിൽ എഴുതാണെങ്കിൽ എങ്ങനെ കിട്ടും? അപ്പോൾ I ഈക്വൽ ടു എന്താണ്? V/R. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I ഈക്വൽ ടു V/R. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു V² T/R ജൂൾസ് എന്ന് കിട്ടും. ഇതൊക്കെയാണ് ഈ ഒരു ഹോൾ ഇക്വേഷൻസ്. ഈ ഒരു ഫോർമുല വെച്ച് കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഞാൻ പ്രോബ്ലംസ് കുറച്ചും കൂടെ ചെയ്യിപ്പിക്കുന്നതാണ്.
പിന്നെ ജൂൾ ഈസ് ഓൾസോ നോൺ ആസ് വാട്ട് സെക്കൻഡ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ജൂളിന് നമുക്ക് എന്തും പറയാം, വാട്ട് സെക്കൻഡ് എന്ന് പറയാം. അത് എങ്ങനെ കിട്ടി വാട്ട് സെക്കൻഡ്? 1 ജൂൾ ഈക്വൽ ടു 1 വാട്ട് സെക്കൻഡ്. അതായത് നമുക്കറിയാം എനർജി ഈക്വൽ ടു VIT ആണ്. പിന്നെ പവർ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, പവർ ഈക്വൽ ടു VI. അപ്പോൾ ഇതിന് എങ്ങനെ എഴുതാം? ഈ VI മാറ്റി അവിടെ എന്ത് എഴുതാം? എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്ന് എഴുതാം. ഈ പവർ ഇൻറ്റു ടൈമാണ് എന്തോന്ന്? പവറിൻ്റെ യൂണിറ്റ് വാട്ട്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1 ജൂൾ ഈക്വൽ ടു വാട്ട് സെക്കൻഡ് എന്ന് കിട്ടുന്നത്. ഇപ്പം നമ്മൾ എന്താണ്, ഇഫ് ഇറ്റ് ഈസ് ഇപ്പോൾ ഒരു ലാർജ് എമൗണ്ട് ഓഫ് എനർജി, ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജിയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇതിലാണ്, കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവർ ഈക്വൽ ടു 1000 വാട്ട് അവർ. ഈ വാട്ട് അവറിനെ വാട്ട് സെക്കൻഡിലോട്ട് ആക്കാൻ വേണ്ടി ഇൻറ്റു 3600. അപ്പോൾ എന്ത് കിട്ടി? 1 കിലോ വാട്ട് അവർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1 കിലോ വാട്ട് അവർ ഈക്വൽ ടു 36 ഇൻറ്റു 10⁵ ജൂൾസ് ഓർ വാട്ട് സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ പ്രാക്ടിക്കൽ ഓർ കൊമേഴ്ഷ്യൽ യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ് അതിൽ മെഷർ ചെയ്യുന്നത്. ഈ എനർജിയുടെ SI യൂണിറ്റ് ജൂളാണ്. അത് തമ്മിൽ മാറിപ്പോരുത്. ദെൻ കമ്മിങ് ടു യൂണിറ്റ് ഓഫ് പവർ. പവർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. നമ്മൾ ചെയ്യുന്ന ആ വർക്കിൻ്റെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തോ പറയാം, ഇറ്റ്സ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. അതായത് W/T എന്ന് എഴുതാം. പവർ ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് പവർ ഈക്വൽ ടു വർക്ക് ഡൺ ബൈ യൂണിറ്റ് ടൈം. അത് വർക്ക് ഡൺ നമ്മൾ വേറൊരു ഇക്വേഷൻ ഉണ്ട്, VIT. അപ്പോൾ അതിൽ നമുക്ക് എന്തോ എഴുതാം? ഇലക്ട്രിക്കൽ പവർ കൺസ്യൂംഡ് ബൈ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇലക്ട്രിക്കൽ പവർ കൺസ്യൂം ചെയ്യുന്ന എങ്ങനെ, എന്തൊക്കെ ഇക്വേഷൻസ് ഉണ്ട്? ഇതും വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്. കുറേ പ്രോബ്ലംസിൽ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസിലൊക്കെ ചോദിക്കുന്നതാണ്. പവർ ഈക്വൽ ടു VI ഈക്വൽ ടു I²R ഈക്വൽ ടു V²/R. അപ്പോൾ ഈ എല്ലാ ഇക്വേഷൻ്റെ കൂടെ നമ്മൾ ഇൻറ്റു T കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക്കൽ എനർജി കിട്ടും. പവർ ഈക്വൽ ടു എന്താണ്? VIT ആണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയാണ്. I²RT അതും ഇലക്ട്രിക്കൽ എനർജിയാണ്. V²/2 ഇൻറ്റു V²/RT അതും ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ ഈ ഒരു കോമൺ ഇക്വേഷനോട് എല്ലാത്തിനോട് T മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക്കൽ എനർജി കിട്ടും. പിന്നെ ഈ പവറിൻ്റെ കിലോ വാട്ട് ടേംസ് പറയണം. 1 കിലോ വാട്ട് ഈക്വൽ 1000 വാട്ടാണ്. ഫോർ ലാർജ് പവറിലൊക്കെ നമ്മൾ മെഗാ വാട്ട് ഉപയോഗിക്കും. 1 മെഗാ വാട്ട് ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 1 മെഗാ വാട്ട് ഈക്വൽ ടു 10⁻⁶ വാട്ടാണ്. പവറിനെ നമുക്ക് ഹോഴ്സ് പവറിൽ മെഷർ ചെയ്യാം. 1 ഹോഴ്സ് പവർ ഈക്വൽ ടു 746 വാട്ട്. ദെൻ കമ്മിങ് ടു ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ, വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ് ത്രൂ എ കണ്ടക്ടർ ത്രൂ ദർ ഈസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ മൂവിങ് ഇലക്ട്രോൺസ് ആൻഡ് ദ മോളിക്യൂൾ ഓഫ് ദി കണ്ടക്ടർ. നമ്മളൊരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പം നമ്മുടെ അവിടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസും നമ്മുടെ കണ്ടക്ടറിനുള്ള മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അന്നേരം എന്ത് പറ്റും? നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കണ്ടക്ടറിന് കൊടുക്കുമ്പം ഈ ഒരു ഇലക്ട്രിക്കൽ ഫ്രിക്ഷനാണ് എന്തായി കൺവേർട്ട് ചെയ്യുന്നത്? ഹീറ്റായി മാറുന്നത്. അതിനെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഈ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ റെസിസ്റ്റൻസ് R ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ എന്താണ്? മോർ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് വൺ ദി ടൈം T ഫോർ വിച്ച് ദ കറണ്ട് ഫ്ലോസ്. ദ ലോങ്ങർ ദി ടൈം ലാർജർ ദി എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്. ടൈം കൂടുതലാണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കറണ്ട് കൂടുതലാണെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ ഹീറ്റ് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രിക് കറണ്ട് I ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് R ഫോർ എ ടൈം T ഈസ് ഗിവൺ ബൈ H ഈക്വൽ ടു I²RT. ഇതാണ് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ ഇക്വേഷൻ. H ഈക്വൽ ടു I²RT. ഇതിന് ഈക്വേഷൻ നമുക്ക് എന്ത് പറയാം? ജൂൾസ് ഇക്വേഷൻ എന്ന് പറയാം. H ഈക്വൽ ടു I²RT ആണ് ജൂൾസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ. നമുക്കിപ്പോൾ ഈ ജൂൾസിനെ കലോറീസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ I²RTനെ നമ്മൾ 4.186 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതൊക്കെ ഓർമ്മിരിക്കണം. ഇതൊക്കെ പ്രോബ്ലംസിൽ ചോദിക്കുന്നതാണ്. ദെൻ കമ്മിങ് ടു ആപ്ലിക്കേഷൻസ് ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതായത് നമ്മുടെ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്, എന്തിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് അത് പഠിക്കുന്നത്. നമുക്കത് ലൈറ്റിങ്ങും ഉണ്ട്, ഹീറ്റിങ്ങും ഉണ്ട്. നമുക്ക് നോക്കാം. ഫിലമെൻറ്റ് ലാംപ്സിൽ, ഇലക്ട്രിക് ഹീറ്ററിൽ, ഇലക്ട്രിക് അയണിൽ, ഇലക്ട്രിക് കെറ്റിലൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ലൈറ്റിംഗ് അപ്ലയൻസ് ആയ ഫിലമെൻറ്റ് ലാമ്പിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Filament lamp is made of a tungsten wire enclosed in a glass bulb from which air has been removed. നമുക്കറിയാം ഒരു ഫിലമെൻ്റ് ലാമ്പ് ഈസ് മെയ്ഡ് ഓഫ് എന്താണ്? ടങ്സ്റ്റൺ വയറാണ്. ആ ടങ്സ്റ്റൺ വയർ എന്താണ്? ഒരു ഗ്ലാസ് ബൾബിൽ എൻക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിലെന്താണ് എയർ, അതിൽ ഫ്രം വിച്ച് എയർ ഹാസ് ബീൻ റിമൂവ്ഡ്. അതിൽ എയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് എയർ? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പറയുന്ന ഓക്സിജൻ എയർ എന്താണ്? റിമൂവ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എയർ റിമൂവ് ചെയ്തിരിക്കുന്നത്? കാരണം അവിടെ എന്ത് നടക്കും? ആ ഫിലമെൻറ്റുമായിട്ട് ഓക്സിഡേഷൻ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ എയർ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിലമെൻറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഹീറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഫിലമെൻറ്റ് ചൂടായിട്ട് എന്ത് ചെയ്യും? ഫിലമെൻറ്റ് കുറേ നല്ലൊരു ചൂടായി എന്ത് ചെയ്യും? നല്ല വൈറ്റ് ഹോട്ടായി മാറും.
കാരണം എന്താണ് ഈ വൈറ്റ് നല്ലപോലെ വൈറ്റ് ഹോട്ട് ആകാൻ കാരണം? ടങ്സ്റ്റൺ എന്ന് വെച്ചാൽ എന്താണ് ഉപയോഗിക്കുന്നത്? ആരാണ് ഉപയോഗിക്കുന്നത്? ടങ്സ്റ്റൺ വയറാണ് ഉപയോഗിക്കുന്നത്. ടങ്സ്റ്റണിന് മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. എത്രയും വരും? ഏകദേശം 3400 ഡിഗ്രി സെൽഷ്യസ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടങ്സ്റ്റൺ 3400 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റൺ. അതുകൊണ്ടാണ് ടങ്സ്റ്റൺ എന്താണ് നമ്മളിപ്പോൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നത്. പിന്നെ ഈ ബൾബിലാണെങ്കിൽ നമ്മൾ ഈ ഫിൽഡ് വിത്ത് ആൻ ഇനാക്റ്റീവ് ഗ്യാസ്, ബൾബിൽ എയർ റിമൂവ് ചെയ്തല്ലോ, പക്ഷേ എന്നാൽ ഇതിൽ എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്? ഒരു ഇനാക്റ്റീവ് ഗ്യാസ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഏത് ഇനാക്റ്റീവ് ഗ്യാസ് ആണ്? ഇനേർട്ട് ഗ്യാസ് എന്നാണെങ്കിൽ പറയാം. ലോ പ്രഷറിലുള്ള ആർഗണും നൈട്രജനും ആണ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ ഡിസഡ്വാൻറ്റേജ്? അവിടെ എന്താണ്? ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ഒരു കൺവെൻഷൻ കറൻസ് ഫോം ചെയ്യും. ഈ കൺവെൻഷൻ കറണ്ട് കാരണം നമ്മൾ ഈ ഫിലമെൻറ്റിനെ എന്ത് ചെയ്യാൻ തുടങ്ങും? തണുപ്പിക്കാൻ തുടങ്ങും. കൂളിങ്. ഈ ഫിലമെൻറ്റിനെ എന്ത് ചെയ്യും? ടങ്സ്റ്റൺ ഫിലമെൻറ്റിനെ കൂൾ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് എന്ത് ചെയ്യും? ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ ടെമ്പറേച്ചർ കുറയും. വലുതായിട്ടൊന്നും കൂൾ ചെയ്യത്തില്ല, ചെറുതായിട്ടൊരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കും. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ കുറയും. അങ്ങനെ ആ ഒരു എഫക്റ്റ്, ആ ഒരു കൂളിംഗ് എഫക്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടങ്സ്റ്റൺ വയറിനെ എന്ത് ചെയ്യുന്നത്? ടങ്സ്റ്റൺ വയറിനെ നമ്മൾ എന്ത് ചെയ്ത് ചെയ്യുന്നത്? നമുക്കറിയാം ടങ്സ്റ്റൺ എങ്ങനെയാണ് ഇങ്ങനെ കോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ അവരുടെ സർഫസ് ഏരിയ കുറയത്തില്ലേ? അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസസ് ഹീറ്റ് ലോസ് ത്രൂ കൺവെൻഷൻ വഴി ആ ഒരു ലോസ് നമുക്ക് കുറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ടങ്സ്റ്റൺ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ടങ്സ്റ്റൺ വയർ ഇങ്ങനെ കോയിൽ ചെയ്ത് വയ്ക്കാൻ കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റിലെ ലൈറ്റിംഗ് അപ്ലയൻസിലെ ഒരെണ്ണം ഫിലമെൻറ്റ് ലാമ്പ്. അടുത്ത് നോക്കാം ഫ്ലൂറസെൻറ്റ് ലാമ്പ്. ഫ്ലൂറസെൻറ്റ് ലാമ്പ് ആകുമ്പോൾ ഇതിൽ ഏതൊക്കെ വരും? നമ്മുടെ ട്യൂബ് ലൈറ്റ്, CFL ലാമ്പൊക്കെ വരും. നമുക്കറിയാം നമ്മുടെ ഫിലമെൻറ്റ് ലാമ്പിനെക്കാട്ടി നമ്മുടെ ഫ്ലൂറസെൻറ്റ് ലാമ്പ് മോർ എഫിഷ്യൻ്റ് ആണ് അല്ലേ? അതിന് ലാസ്റ്റ് മച്ച് ലോങ്, കുറേ നാൾ കിടക്കും, മച്ച് ലോങ്ങറാണ്. പിന്നെ ഈ ഫ്ലൂറസെൻറ്റ് ലാമ്പിൻ്റെ അകത്തുള്ളത് എന്താണ്? മെർക്കുറി വേപ്പറാണ്. ഇതിൻ്റെ ഗ്ലാസ് ട്യൂബിനകത്ത് മെർക്കുറി വേപ്പറാണുള്ളത്. ഈ മെർക്കുറി വേപ്പർ എന്ത് ചെയ്യും? നമ്മുടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അത് എന്ത് ചെയ്യും? നമ്മുടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് അത് എമിറ്റ് ചെയ്യുന്ന UV റേഡിയേഷനാണ്. അത് ഓർത്തോണം. മെർക്കുറി വേപ്പർ എമിറ്റ് ചെയ്യുന്ന UV റേഡിയേഷനാണ്. ഈ റേഡിയേഷൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ആ ട്യൂബിലുള്ള കുറച്ച് പൗഡറുണ്ട്, അതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? കോസസ് ദി പൗഡർ ഇൻ ദി ട്യൂബ് ടു ഗ്ലോ. അത് ആ പൗഡർ എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്ലൂറസെൻറ്റ് ലാമ്പിൽ നിന്ന് പുറത്ത് വരുന്ന വിസിബിൾ ലൈറ്റുമാണ്. അതിനകത്തുള്ള എന്ത് ലൈറ്റുമാണ്? UV റേഡിയേഷനാണ്. അത് ഓർത്തോണം. ഡിഫറെൻറ്റ് പൗഡറിന് പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് കിട്ടും. പക്ഷേ ഈ ലാമ്പ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ. പക്ഷേ അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് എന്താണ്? കുറവാണ്. ദെൻ കമ്മിങ് ടു ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്. ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ ഇലക്ട്രിക്കൽ കുക്കർ. ഇലക്ട്രിക്കൽ കുക്കറിൽ എന്താണ്? ഇതിലെന്താണ് നടക്കുന്നത്? ടേൺസ് റെഡ് ഹോട്ടാണ്. മറ്റേ ലൈറ്റിലാണെങ്കിൽ നടക്കുന്നത് വൈറ്റ് ഹോട്ടാവും. ഇതിൽ റെഡ് ഹോട്ടാവും. ആൻഡ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ കുക്കിംഗ് പോട്ട് ത്രൂ കണ്ടക്ഷൻ വഴി എന്താണ്? ഈ ഒരു കുക്കിംഗ് പോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ഹീറ്റ് എനർജി കിട്ടി ആ കുക്ക് ചെയ്യുന്ന സാധനം കുക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് ഇലക്ട്രിക് കുക്കർ. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഇലക്ട്രിക് കുക്കർ. ദെൻ കമ്മിങ് ടു ഇലക്ട്രിക് കെറ്റിൽ. ഇവിടെ എന്താണ്? ഇവിടുത്തെ ഹീറ്റിംഗ് എലമെൻറ്റ് ഈസ് പ്ലേസ്ഡ് ദി കെറ്റിലിൻ്റെ ഏറ്റവും ബോട്ടത്തിലാണ്, അടിവശത്താണ് ഹീറ്റിംഗ് എലമെൻറ്റ് കാണുന്നത്. സോ ദ ലിക്വിഡ് ബീങ് ഹീറ്റഡ്, ആ ഒരു ലിക്വിഡ് അത് ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. ദ ഹീറ്റ് ഈസ് ദെൻ അബ്സോർബ്ഡ് ബൈ വാട്ടർ അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്താണ്? ഹോൾ ലിക്വിഡ് ബൈ കൺവെൻഷൻ വഴി അത് ഹോളായിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ ഇലക്ട്രിക്കൽ കെറ്റിൽ നടക്കുന്നത്. ഇലക്ട്രിക്കൽ അയൺ, നമ്മുടെ അയൺ ബോക്സ് അല്ലെങ്കിൽ ഇസ്ത്രിപ്പെട്ടി എന്ന് പറയാം, അതിലെന്താ നടക്കുന്നത്? മൈക്ക ഈസ് ആൻ ഇൻസുലേറ്റർ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ നമ്മുടെ ഇലക്ട്രിക്കൽ അയണിൻ്റെ മെറ്റൽ പാർട്ടിലും കോയിലിൻ്റെ ഇടയ്ക്ക് ഒരു മൈക്ക എന്നൊരു ഇൻസുലേറ്ററും ഉണ്ട്. നമ്മൾ ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, ഈ ഒരു ഹീറ്റിംഗ് എലമെൻറ്റിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം അവിടെ എന്താണ്? ഒരു ഹീറ്റ് എനർജി ഉണ്ടാവും. ഈ ഹീറ്റ് എനർജി ഡെവലപ്പ് ഈസ് കണ്ടക്റ്റഡ് ടു എന്തിലോട്ട് പോവും? ആ ഹെവി ആയിട്ടുള്ള മെറ്റൽ ബേസിലോട്ട് പോവും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. ആ ഒരു ഹെവി ആയിട്ടുള്ള മെറ്റൽ ബേസിൽ എന്ത് ചെയ്യും? എനർജി, ആ ഒരു എനർജി കാരണം നമ്മൾ ഈ ക്ലോത്തൊക്കെ നല്ല ഇറുക്കി നമ്മൾ പ്രസ് ചെയ്യുന്നത് അല്ലേ? ആ ഒരു എനർജി ഈസ് ദെൻ യൂസ് ടു പ്രസ് ദി ക്ലോത്ത്. നമ്മൾ ആ ഒരു ഇലക്ട്രിക് അയണിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന എന്താണ്? തെർമോസ്റ്റാറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ആ ഇലക്ട്രിക് അയണിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്ത് ഉപയോഗിച്ചാണ്? ഒരു തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഒരു ബയോമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയാം. തെർമോസ്റ്റാറ്റ്, ബയോമെറ്റാലിക് സ്ട്രിപ്പ്. ദെൻ കമ്മിങ് ടു ലാസ്റ്റ് ഇലക്ട്രിക് ഹീറ്റർ. ഇലക്ട്രിക് ഹീറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ റെസിസ്റ്റൻസ് ഉള്ള നിക്രോം വയർ, അത് ചോദിച്ചിട്ടുണ്ട്. നിക്രോം വയറാണ് അവിടുത്തെ കോയിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കോയിൽ എന്താണ്? ഇറ്റ്സ് വൗണ്ട് ഓൺ എ ഗ്രൂവ്സ് മേഡ് ഒരു സെറാമിക് മെറ്റീരിയൽ, ഒരു ചൈന ക്ലേ വെച്ച് ഇത് വൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് ചൂടായി ആ ഒരു കുക്കിംഗ് വെസൽസിനെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുത്തത്. നാളെ നിങ്ങൾക്ക് ഇതിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ കുറേ ഫോർമുലാസ് പഠിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നാളത്തെ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലും വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ്, പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ മൊഡ്യൂൾ 1 നാളത്തോടെ മൊഡ്യൂൾ 1 കഴിയും. അപ്പോൾ എല്ലാവരും അഡ്മിഷൻ എടുക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഡിസ്കഷൻ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മളെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. നമ്മുടെ ഡിസ്കഷൻ ഓരോ ദിവസവും
ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.